ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ ആയിട്ട് ഇന്നൊരു വീഡിയോ ഇടാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ മക്കത്താണ് കേട്ടോ ഉള്ളത്. ഞങ്ങളിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറേ ആയിട്ടോ പോരണം എന്ന് കരുതി. ഇപ്പോഴാണ് കേട്ടോ അതൊക്കെ നടന്നത്. മക്കത്തേക്ക് പോരണം എന്നില്ല, മെയിൻ ഉദ്ദേശം എല്ലാവർക്കും അറിയാമല്ലോ, ഉംറ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഉംറ ചെയ്യണം എന്ന് കരുതി. കുറേ വർഷങ്ങളായിട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ പറഞ്ഞ് ഇപ്പോഴാണ് കേട്ടോ അതിനുള്ള അവസരമൊക്കെ ഒത്തു കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ വണ്ടിക്ക് കാത്ത് നിൽക്കുകയാണ്. വണ്ടി വിളിച്ചിട്ടുണ്ട്, വരുന്നുണ്ട് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞങ്ങൾ വന്ന അന്ന് മുതലേ എല്ലാ പൂച്ചയാണ് കേട്ടോ. ഞങ്ങളിവിടെ 2 ആഴ്ച കഴിഞ്ഞു കേട്ടോ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങളൊപ്പം തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ അതാ പിന്നെ വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ പുറത്തത്തെ കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഞങ്ങളൊരു സുബഹി ബാങ്ക് കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ അതാ പുറത്ത് നല്ല ഭംഗിയാണില്ലേ, ഫുള്ളായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ. ഞങ്ങൾ കുറേ ആയി ഇതിന് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞില്ലേ. അന്ന് ഞങ്ങൾ ഉപ്പല്ല, അന്നേ ഞങ്ങളുണ്ട് കേട്ടോ ആഗ്രഹിക്കണം. ഉപ്പ പറഞ്ഞു കേട്ടോ നമുക്ക് എല്ലാവർക്കും പാടാം അങ്ങനെ ഒപ്പം പോകണം എന്നൊക്കെ എല്ലാ ആഗ്രഹമൊക്കെ ഉണ്ടേനി കേട്ടോ. അപ്പോൾ ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ 4 വർഷം ആവാനായിട്ടോ. 4 വർഷം ഏകദേശം അടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഉണ്ട് കേട്ടോ ആഗ്രഹിച്ച് നിൽക്കേനി കേട്ടോ. പക്ഷേ എന്തോ അന്നൊന്നും അത് നടന്നില്ല. കൊറോണയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ മറ്റ് കാരണങ്ങൾ കൊണ്ട് അതൊക്കെ അങ്ങനെ തട്ടി നീങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയും കേട്ടോ. ഇപ്പോഴാണ് അതിന് ഞങ്ങൾക്ക് സാധിച്ചത്. പക്ഷേ ഒരു ഏറ്റവും വലിയ സങ്കടം പറഞ്ഞാൽ ഉപ്പ ഞങ്ങളിപ്പോൾ എല്ലാന്നാണ് കേട്ടോ. ഇല്ലാത്തൊരു സങ്കടമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഉംറക്ക് പോരണമെന്ന് ആഗ്രഹിച്ച അന്നേ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല നമുക്ക് ആരൊക്കെ ഞങ്ങളിപ്പോൾ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ്. ഹസ്ബൻഡും ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ഉണ്ടാവുന്നില്ലൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ ഉമ്മയും മക്കളും ഹസ്ബൻഡൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഉപ്പല്ല കേട്ടോ. അത് ഏറ്റവും വലിയ സങ്കടം പറഞ്ഞാൽ ഏറ്റവും വലിയ സങ്കടമാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ആ ഒരു ഫീല് നല്ലോണം ഉണ്ടായിന് കേട്ടോ. വണ്ടിയിലിരുന്നൊക്കെ എന്താ പറയുക, ഉപ്പാൻ്റെ മുഖം ഇങ്ങനെ മനസ്സിലേക്ക് വരിക, ഇങ്ങനെ കണ്ണിന്ന് അറിയാതെ തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അത്രക്കും ഫീലായിട്ടോ. ഉപ്പ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചൊരു സംഭവത്തിന് ഉപ്പല്ലല്ലോ എന്നുള്ളൊരു സങ്കടം വല്ലാതെ ഉണ്ടായിന് കേട്ടോ. എന്നാലും ഞങ്ങൾ ഉപ്പാക്ക് വേണ്ടി ഉംറ ചെയ്തിട്ടുമുണ്ട്, കുറേ ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല പ്രാർത്ഥനയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹറമിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് അങ്ങനെ നടന്ന് പോകാനാണ് കേട്ടോ. അതാ ഇവിടെ വണ്ടിയൊക്കെ ഇറങ്ങി ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്ന് കയറിയിട്ടാണ് ഇതാ ഏകദേശം ഹറമൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെയൊക്കെ ഇങ്ങനെ നേരം വെളുക്കാനായിട്ടല്ലേ ഉള്ളൂ. ക്ലിയറായിട്ട് നേരെ ഇരുട്ട് പോയിട്ടില്ല കേട്ടോ, വെളിച്ചം വരുന്നുള്ളൂ. അപ്പോൾ അത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ എത്ര കണ്ടാലും പൂതി തീരുന്നില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞു പറഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങൾ 2ാമത്തെ വട്ടമാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ആദ്യം വന്ന് പോയതാണ്. അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും എന്താ പറയുക, ഭയങ്കര ഒരു നമ്മൾ കാണണം കണ്ണ് എവിടേക്കൊക്കെ പോകണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് വീഡിയോ എടുക്കണം, എല്ലാതും ഫുള്ള് കംപ്ലീറ്റ് കാണണം എന്നൊക്കെ കാണിച്ചു തരണം എന്നൊക്കെ കരുതിയിന്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫോണുമ്മക്കൊന്നുമില്ല ശ്രദ്ധ ഉണ്ടാവില്ല കേട്ടോ. നമ്മളിവിടെ എന്താ പറയുക തവാഫ് ചെയ്യണം, ചെയ്യണം, കൂടുതൽ എന്താ പറയുക ദിക്റുകളും ഖുർആനുകളൊക്കെ പാരായണം ചെയ്യണം എന്നൊക്കെ എല്ലാം മനസ്സിലാക്കാറ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോണുമ്മക്കും മറ്റൊരുമക്കൊന്നും ചിന്ത ഉണ്ടാവില്ല. അപ്പോൾ അതാ ഏകദേശം നമ്മൾ മക്കൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ തവാഫിനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റ് ചിന്തകളൊന്നും ഇല്ലല്ലേ നമുക്ക്.
നമുക്ക് പെട്ടെന്ന് തവാഫ് ചെയ്യണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു നിയത്തോടു കൂടി വരുന്നതല്ലേ. അപ്പോൾ ഇതാ നല്ല ഭംഗിയിലേ കാണാൻ, എത്ര കണ്ടാലും ബോധ്യം തീരൂല അല്ലേ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പിന്നെ തവാഫൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിലൊന്നും ഞാൻ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. ഞാനൊരു കയ്യിൽ ഫോൺ, ഒരു കയ്യിലിൻ്റെ കുട്ടിയുണ്ട് കേട്ടോ, ചെറിയ മോളിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാ ഹസ്ബൻഡും ഉമ്മയും വലിയ മോളും ഇതാവലും മുന്നിലുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളി അപ്പുറത്തും ഇപ്പുറത്തും കൈ കൊണ്ട് പിടിച്ച് വെച്ചേക്കാം കേട്ടോ. നല്ല ആൾക്കാരല്ലേ, ഇതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ നമുക്ക് തിരഞ്ഞെടുക്കാനും പ്രയാസമാണല്ലോ. അപ്പോൾ രണ്ടാളി അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ മോളെയും പിടിച്ച് ബേക്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും നല്ല ജനങ്ങളുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ പോയിക്കൊണ്ടിരുന്നത് സഫാ മറവേക്കാണ് കേട്ടോ, സൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ സഫാ മറവേന്നൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുട്ടീനെ എടുത്ത് അവിടെ നമ്മൾ സൈ ചെയ്യുമ്പോൾ പിന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് മാതിരിയാണ് കേട്ടോ. പിന്നെ എന്താ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, നമുക്ക് പിന്നെ അവിടെ ചെന്നാൽ വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല. ഞാൻ പിന്നെ അങ്ങനെ ഓർമ്മ വരുമ്പോൾ അവിടെ ഇവിടെയും കുറച്ചീച്ച എടുത്ത് വെച്ചതാണ്. അങ്ങനെ പിന്നെ അതാ ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോഴത്തേന് ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് പോന്നപ്പോഴത്തേന് എല്ലതും കഴിഞ്ഞ്, അപ്പോൾ അപ്പോഴത്തേനൊക്കെ നേരൊക്കെ വെളുത്ത് നല്ല അടിപൊളി വെളിച്ചവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പോന്നുകൊണ്ട് നിന്നപ്പോഴും കുറച്ചൊക്കെ പുറത്തത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയാണല്ലോ കാണാൻ. അങ്ങനെ നമ്മൾ അയിനുമോളും മോളൂസൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അയിനുമോൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഓൾക്ക് എന്താ പറയുക, സഫാ മറവേ കൂടെ ഒക്കെ സൈ ചെയ്യുമ്പോൾ ഓൾക്ക് തന്നെ ഒറ്റക്ക് ഓടണം എന്നില്ല അടുത്തോളാണ് കേട്ടോ. പക്ഷെ ആ ആൾക്കാരുടെ ഇടയിൽ കൂടെ അവർ വെച്ചാൽ അവർ പിന്നെ ഓലെ ഇടയിൽ കൂടെ പോയാൽ നമ്മൾ കാണൂലല്ലോ. അപ്പോൾ അത് പേടിച്ചിട്ട് ഓലെ മുറുക്കി പിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓൾക്ക് ഇറങ്ങണം ഒറ്റക്ക്. അങ്ങനെ ഇതാ ഞങ്ങൾ പുറത്തിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ഇതിൽ കൂടെ പോകുന്നവർക്ക് അറിയാം കേട്ടോ, നിറച്ച് അപ്പുറത്തും ഇപ്പുറത്തും എത്രയും പറയാം, ലക്ഷക്കണക്കിന് വേണമെങ്കിൽ പറയാം. അത്രയും എന്താ പറയുക, നമ്മളെ ഹാജിമാർ വന്നുകൊണ്ട് മറ്റേ മിനയിൽ രാപ്പാർക്കൂലേ, ആ രാപ്പാർക്കണ സ്ഥലങ്ങൾ കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് കരുതും കേട്ടോ ഫസ്റ്റ് കാണുന്നവർ. ഞങ്ങളും ആദ്യം എന്താണ് ആവത് കരുതിന് കേട്ടോ. നിറച്ചിതാ പോലെ കേട്ടോ, കുറേ കാണുന്നുണ്ടല്ലോ. അത് ഫുൾ അതന്നെയാണ് കേട്ടോ. 2 ഭാഗം റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിറച്ചുണ്ട് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഇതെന്താ സംഭവം കരുതിട്ടോ. പിന്നെ ചോദിച്ചപ്പോഴാണ്, ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോഴാണ് കേട്ടോ പറഞ്ഞത്, ഇതാണ് ഹാജിമാർ വന്നുകൊണ്ട് പിന്നെ രാപ്പാർക്കണ സ്ഥലമാണിത് പറഞ്ഞ്. നല്ല ഭംഗി കേട്ടോ. അത് എന്താ പറയുക, കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കണം കാണാനും ഭയങ്കര രസം കേട്ടോ. അങ്ങനെ കുറേ അതൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എന്താ കുറേ എത്ര തോനങ്ങളെ പുറത്തത്തെ കാഴ്ചകൾ കാട്ടിത്തരണേ കരുതി പിന്നെ കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ തന്നെ വന്നു കേട്ടോ. അപ്പോൾ എത്രയൊക്കെ ഉള്ളു ഞങ്ങളെ കൊച്ചു വീഡിയോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ, എല്ലാവർക്കും കാണാനും പിന്നെ വീണ്ടും ഞങ്ങൾക്ക് കാണും ചെയ്യാമല്ലോ. യൂട്യൂബിലാവുമ്പോൾ പോകില്ലല്ലോ, നമ്മൾ ഫോണിലാവുമ്പോൾ എപ്പോഴാണ് പോവുക എന്താ ഏതാണെന്നും പറയാൻ പറ്റില്ല. ഡിലീറ്റായി പോവേ, ഫോൺ കേടുവരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നീട് കാണാൻ പറ്റില്ലല്ലോ കരുതി അങ്ങനെ എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ.